അരയന്നത്തിനെയാണ് ഓർഗാമി വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാട്ടാ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് ആയിട്ടുള്ള 30 പീസാണ്. അപ്പൊ ഇതിങ്ങനെ തിരിച്ചിട്ടുള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെയറായി, ഇൻവെർട്ടഡ് പെയറായി. ഇങ്ങനത്തെ 30 പീസ് വേണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനത്തെ പീസ് 30 എണ്ണം വരണം. എന്നിട്ടൊരു സർക്കിൾ ആക്കാൻ പറ്റും. അങ്ങനത്തെ 30 പീസ് വെച്ചിട്ടുള്ള സർക്കിളാണ് നമ്മുടെ ബേസ്. അപ്പൊ ഇങ്ങനെ 30 ഇൻവെർട്ടഡ് പെയർസ് വെച്ചിട്ടുള്ള 30 പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് ആണ്. ഇതിപ്പോ ഇതൊരു പീസാണ്, ഇത് വേറൊരു പീസ്. അപ്പൊ ഇതിന് ഇന്റർ കണക്ട് ചെയ്തിട്ട് അടുത്ത പീസ് ഇതിന്റെ നടുവിലായിട്ട് വെക്കണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഒരു 3 റോ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. 3 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു 5 പീസ് അടുപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 8 പീസിന്റെ ഗ്യാപ്പ് ഇടുക. എന്നിട്ടൊരു 5 പീസ് വീണ്ടും വെക്കുക. അങ്ങനെ ഒരു 23 റോ രണ്ട് സൈഡിലും വെക്കണം. ഈ 23 റോ ആണ് നമ്മുടെ അരയന്നത്തിന്റെ ചിറകായിട്ട് വരാട്ടാ. 5ാമത്തെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോൺട്രാസ്റ്റ് കളർ വേണമെന്ന്, ആ ഒരു യൂണിറ്റാണ് വെക്കേണ്ടത് കേട്ടോ. 8 യൂണിറ്റ്സ് വിടുക. 8th യൂണിറ്റിൽ നമ്മളിത് വെക്കുക. ഇത് കണ്ട, ഇപ്പം നമ്മൾ 2 എൻഡിലും 23 റോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഒരു ചിറക് പോലെ നമുക്ക് ഫീൽ ചെയ്യണില്ലേ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അതാണ് അടുത്ത പണി. കാണിച്ചില്ല. ഓൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണെങ്കിൽ സൈഡിൽ കൂടെയുള്ള കോൺട്രാസ്റ്റുള്ള ആ ഒരു ലെയർ, ആ ഒരു യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഇവിടെ അടുത്ത കളർ വയ്ക്കാം കേട്ടോ. ഇനി ഇവിടെ ആ ഒരു കളർ വയ്ക്കാം. ബാക്കിയുള്ളവർക്കൊക്കെ വൈറ്റ്. അടുത്തതായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടാവും, കറക്റ്റ് സെൻറ്റർ പോയിൻ്റ്. അവിടെ മാത്രം നമ്മൾ ഈ ബ്ലൂ ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വൈറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഡേ 5 ഓഫ് ഡെയിലി 100 ഷോർട്ട് വീഡിയോസ്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.